LGBTQIA+. എന്താ സംഭവം? ഇതൊരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ കേട്ടു നോക്കുക. ഇതിൻ്റെ ഡെഫിനേഷൻസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ് L, എന്താണ് G, B എന്താണ്, T എന്താണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻസ് ആണ്. ലെസ്ബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് തോന്നുക, ലൈംഗികമായിട്ടുള്ള ആകർഷണം തോന്നുക, അങ്ങനെയുള്ള നിലയിലൊക്കെ വരുമ്പോൾ അവർ ലെസ്ബിയൻസ് എന്നാണ് വിളിക്കുക. അടുത്തത് G എന്ന് പറഞ്ഞാൽ ഗെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് തോന്നുന്നതിനെയാണ് ഗെയ്സ്, അവരെയാണ് ഗെയ്സ് എന്ന് വിളിക്കുക, ഗേ. അടുത്തത് LGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ലൈംഗിക ആകർഷണം തോന്നാം. അടുത്തത് LGBT, T ഫോർ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജനിച്ചത് സ്ത്രീകളായിട്ടായിരിക്കും, പക്ഷേ പിന്നീട് അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അവരുടെ ഉള്ളിൽ ഒരു പുരുഷനാണുള്ളത് എന്നവർ മനസ്സിലാക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്ത് അവർ ചിലപ്പോൾ ഒരു ആണാവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവരെ ട്രാൻസ് മാൻ എന്നും ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് ആണായി ജനിച്ചുകൊണ്ട് പിന്നീട് സ്ത്രീയായി ജീവിക്കുന്നവരെയാണ് ട്രാൻസ് വുമൺ എന്നും പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരെയാണ്. LGBTQ എന്ന് പറഞ്ഞാൽ ക്യൂർ ആയിട്ടുള്ള ആളുകൾ. ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിങ് ആണ്. അവരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഏതാണ്, ഞാൻ ആണാണോ പെണ്ണാണോ ഇതൊന്നും അല്ലാത്തതാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. LGBTQI, I ഫോർ ഇൻ്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് അനാട്ടമി പ്രകാരവും ചിലപ്പോൾ ഹോർമോണൽ ഇതിലൊക്കെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ മിക്സായി വരാം. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരമില്ല. അവർ ഇൻ്റർസെക്സിൽ പെട്ട ആളുകളാണ്. ഇനി A എന്ന് പറയുന്നത് അസെക്ഷൽ ആയിട്ടുള്ള ആളുകളാണ്. എസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ജെൻഡേഴ്സിനോടും ഒരു താല്പര്യവുമില്ല എന്നുള്ളവരാണ് എസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി പ്ലസ് ഉണ്ട്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പറഞ്ഞതെല്ലാം തന്നെ ഇതിനുള്ളിൽ വലിയൊരു അംബ്രലയിൽ പെടുന്ന ആളുകളാണ്. നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് നമ്മളെല്ലാവരും ബൈനറി ആണെന്നാണ്, ബൈനറി ജെൻഡറേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, 0 and 1 മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, ഈ 0നും 1നും ഇടയിൽ, കറുപ്പിനും വെളുപ്പിനും ഇടയിൽ ഒരുപാട് ഗ്രേ സ്കെയിലുകൾ ഉണ്ട് എന്നും ഒരുപാട് തരം ആളുകളുണ്ട് എന്നും ജെൻഡർ ഐഡൻറ്റിറ്റി ഒരുപാട് വ്യത്യാസമുള്ള ആളുകളുണ്ട് എന്നും എല്ലാം നമുക്കിപ്പോൾ മനസ്സിലാവുന്നു. നമ്മുടെ സമൂഹം ഒരുപാട് ഇനിയും കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതിനെ ഈ LGBTQIA+ എന്ന് പറഞ്ഞാൽ ആ പ്ലസ്സിൽ ഇനിയും ഒരുപാട് തരം ആളുകൾ, നോൺ ബൈനറി ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ കുറേ ടൈപ്പ് ആളുകൾ, പാൻസെക്ഷൽ എന്ന് പറയുന്ന ടൈപ്പ് ആളുകൾ, അങ്ങനെ കുറേ ടൈപ്പ് ആളുകൾ അതിൽ പെടും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ ഇതെന്താണ് സംഭവം എന്നുള്ളത്? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്